ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നേ ചട്ടിയിൽ കുറച്ച് കൂർക്കയും പിന്നെ 2-3 മുട്ടയുണ്ടെങ്കിൽ നല്ല പൊള്ളി ഒരു ഐറ്റം ഉണ്ടാക്കി ഈ 2 ഐറ്റം കൂടെ ഒരുമിച്ച് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഈ കൂർക്ക ആദ്യം നമുക്കൊന്ന് ക്ലീൻ ആക്കണം. അതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ഈ കൂർക്കയെല്ലാം ഒന്ന് നന്നായിട്ട് നല്ല മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് കളയണം. ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കറിൽ ഒരൊറ്റ വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഈ കൂർക്ക വൃത്തിയാക്കാൻ മടിയുള്ളത് കൊണ്ട് കൂർക്ക കറി വെക്കാതെ ഇനി ആരും ഇരിക്കേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ മതി, പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു വിസിലൊന്ന് കഴിഞ്ഞ് എടുത്തതാണ്. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകി എടുത്തതാണ്. ദാണ്ട ഇതുപോലെ ഒന്ന് തൊടുമ്പോഴേക്കും ആ തൊലി അങ്ങനെ ഇളകി അങ്ങ് പോരും കേട്ടോ. വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ അങ്ങ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കൈയൊന്നും വൃത്തികേടാവൂല, എന്നാലും നല്ല പെട്ടെന്ന് ഇതിങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2ആയിട്ട് 3ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. തീരെ ചെറിയ കൂർക്കയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലേ. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ സവാളയാട്ടോ, അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ഒരുപാട് അങ്ങ് നിറം മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണ്ട. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി ഒന്ന് വെന്ത് വരുമല്ലോ, ആ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഞാൻ ഒഴിച്ചപ്പോൾ എണ്ണ ഒരല്പം കൂടിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര എണ്ണയിലൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് എടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ അത് തന്നെ ചേർത്താലും മതിയാവും. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ ദാണ്ട പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 എടുത്തു. 3 എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. അത് പേസ്റ്റാക്കി അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് തക്കാളിയൊക്കെയാണ് ഉള്ളതെങ്കിൽ 2 ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് ദാണ്ട ഇതുപോലെ ഒന്ന് വഴറ്റി ആ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഈ കറിക്ക് ഈ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചേർക്കാനൊന്ന് വിട്ടു പോവല്ലേ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാവേ. അപ്പോൾ അതാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്ക് നമ്മുടെ കൂർക്കകളുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൂർക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ മസാലയായിട്ടേ നല്ലപോലെ ഇതങ്ങ് മിക്സാക്കി എടുക്കാവേ. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ പാകത്തിനനുസരിച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ തക്കാളി അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് ചേർക്കുന്നത്. ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കരുത് എന്നല്ലേ. അപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാവേ. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ സമയം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ മുട്ടയും ഇതുപോലെ വട്ടത്തിൽ. ഇതെല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കാവേ. ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി ഒരു പച്ചമുളക് 4ആയിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ മുട്ടയൊന്നും ഒരുപാട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണേ. ഒരുപാട് ബലമൊന്നും കൊടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാവേ. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം.
ആ മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരേക്കും ഒന്ന് വേവിച്ചെടുക്കുക. 2-3 മിനിറ്റ് മതിയാവും. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നട നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമാട്ടോ അങ്ങോട്ട് വരുന്നത്. ആ മസാലയൊക്കെ കൂർക്കയ്ക്കകത്തും മുട്ടയ്ക്കകത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേ കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നൊരു കറിയാണ് കേട്ടോ. ചോറിനോട് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കും. പ്രത്യേകിച്ച് കൂർക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ ഓക്കേടോ, ഇനിയും കാണാം.